അവളന്ന് മരിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് വരെ എനിക്ക് മെസ്സേജ് അയച്ചത്, എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് പറ്റുന്നില്ല, അയാൾ വെറുതെ, അയാൾക്ക് അവളെ ശരീരം മാത്രം മതി, അയാളൊന്ന് സംസാരിക്കുമോ, അവർ മിണ്ട് പോലുമില്ല. അവരമ്മയാണെങ്കിലും ഒരു ദിവസം ഇയാൾ അവരെ മുമ്പ് അവളെ ഉപദ്രവിച്ച് സോഫയ്ക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതിൻ്റെ എതിരെ എന്തോ കേസിൻ്റെ എന്തോ കാര്യം അവളെ ഇനി ഉപദ്രവിക്കുകയാണെങ്കിൽ കേസ് കൊടുക്കുന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവരമ്മ പറഞ്ഞതാണ്, നീ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആരും നിങ്ങളെ കൂടെ നിൽക്കില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ അവളെ നാത്തൂനോട് അവളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവൾ ഇതിനു മുമ്പ് ഒരു സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തതാണ്, ഇതിനു മുമ്പ് അവൾ ചെയ്തതാണ്. അതൊക്കെ അവരുടെ ഫാമിലിക്ക്, ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ അവരാണെങ്കിലും ഒന്ന് കരുതൊന്നും ചെയ്തില്ല. അവളെ സംബന്ധിച്ച് അവൾക്കൊരു ജോലിയില്ല, പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയാണ്, ഒരു ജോലിയായിട്ട് ഇതെല്ലാം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെ അവൾ നിന്നിരുന്നത്. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അയാൾ എത്ര മനസ്സിലാക്കിയില്ലെങ്കിലും അവൾക്ക് ഭയങ്കര കാര്യമായിരുന്നു. അവൾ ശരിയാകും, ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ നിർത്തിപ്പോര്, കുഴപ്പമില്ല, ജോലിയല്ലേ, നമുക്ക് ഇവിടുന്ന് റെഡിയാക്കാം, നീ നിർത്തിപ്പോര്, അച്ഛനും അമ്മ ആ ഒരു ഫാമിലി ആണെങ്കിൽ സ്വീകരിക്കും, അവർക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. പക്ഷെ അവളെ സംബന്ധിച്ച് പ്രായമായിട്ടുള്ള അച്ഛനാണ്, ഇനി അച്ഛൻ നോക്കണ്ടേ, ഒരു ജോലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ജോലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവൾ സെക്യൂർഡാണ്, സേഫാണ്, അവൾക്ക് കുഴപ്പമില്ലല്ലോ, അവൾക്ക് ജീവിക്കാമല്ലോ. ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എൻ്റെ ഫോണിലുള്ള എല്ലാ തെളിവും ഞാൻ ഇതാക്കും. കാരണം അയാൾ കുറേ ആരോപണങ്ങൾ പറഞ്ഞു അവൾ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും, ഞാനത് പറഞ്ഞുണ്ടാക്കും, നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല, ഈ രീതിയിൽ നിൻ്റെ ഫാമിലിയെ ഞാൻ നാണം കെടുത്തും, ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്.